സംസ്ഥാനത്തെ പൗൾട്രി മേഖല കടുത്ത തകർച്ചയുടെ വക്കിൽ. കുതിച്ചുയർന്ന ഉൽപാദന ചെലവിനനുസരിച്ച് വിപണി വില ലഭിക്കാതായതോടെ ബ്രോയിലർ കോഴികളെ വളർത്തുന്ന കർഷകരിൽ പലരും ഫാമുകൾ അടച്ചുപൂട്ടുകയാണ്. മേഖലയെ തകർക്കുന്ന പ്രധാന വില്ലൻ തീറ്റയുടെ അമിത വിലക്കയറ്റമാണ്. സംസ്ഥാനത്തെ പൗൾട്രി മേഖല അനുഭവിക്കുന്നത് കടുത്ത തകർച്ചയാണ്. കുതിച്ചുയർന്ന ഉൽപാദന ചെലവിനനുസരിച്ച് വിപണി വില ലഭിക്കാതായതോടെ ബ്രോയിലർ കോഴികളെ വളർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകരിൽ പലരും ഫാമുകൾ അടച്ചുപൂട്ടുന്ന വക്കിലാണ്. പൊതുവിപണിയിൽ ഇറച്ചിക്കോഴി വില ചിറകടിച്ചുയരുമ്പോഴും അതിന്റെ നേട്ടം സാധാരണ കർഷകന് ലഭിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. കിലോയ്ക്ക് 160 മുതൽ 180 രൂപ വരെ കൊടുത്ത ഉപഭോക്താവ് ഇറച്ചി വാങ്ങുമ്പോൾ കർഷകന് ഫാം റേറ്റായി ലഭിക്കുന്നത് ഉൽപാദന ചെലവിനേക്കാൾ തുച്ഛമായ തുകയാണ്. ഈ വില വ്യത്യാസത്തിന്റെ ഒടുവിലത്തെ ലാഭം മുഴുവൻ ഇടനിലക്കാരും തമിഴ്നാട് ലോബികളും ചേർന്ന് കൊണ്ടുപോകുമ്പോൾ കർഷകന് മിച്ചം ലക്ഷങ്ങളുടെ കടബാധ്യതയും നഷ്ടക്കണക്കുകളും മാത്രമാണ്. മേഖലയെ തകർക്കുന്ന പ്രധാന വില്ലൻ തീറ്റയുടെ അമിത വിലക്കയറ്റം തന്നെയാണ്. കഴിഞ്ഞ 6 മാസത്തിലേറെയായി ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് 500-ലധികം രൂപ വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ ചാക്കിന് 2500 രൂപയ്ക്ക് മുകളിലാണ് വിപണി വില. ചോളം, സോയാബീന്, സോയാ പിണ്ണാക്ക് എന്നിവയുടെ ലഭ്യതക്കുറവും വില വർധനയുമാണ് തിരിച്ചടിയായത്. കാലാവസ്ഥാ വ്യതിയാനം, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തടസ്സങ്ങൾ, അന്താരാഷ്ട്ര വിപണിയിലെ വ്യതിയാനങ്ങൾ എന്നിവ തീറ്റ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. 44 രൂപ നൽകിയാണ് കർഷകർ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നത്. ഇവയെ 40 ദിവസം പരിപാലിച്ച് വലുതാക്കി വിപണിയിലെത്തിക്കുമ്പോൾ ഫാം റേറ്റ് കിലോഗ്രാമിന് വെറും 110 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. തീറ്റ, കോഴിക്കുഞ്ഞിന്റെ വില, മരുന്ന്, വൈദ്യുതി, വെള്ളം, തൊഴിലാളികളുടെ വേതനം, ഗതാഗതം, ബാങ്ക് പലിശ എന്നിവയെല്ലാം കൂട്ടുമ്പോൾ കർഷകന് വൻ നഷ്ടം തന്നെയാണ്. പല കർഷകരും പുതിയ ബാച്ച് കുഞ്ഞുങ്ങളെ ഫാമിൽ ഇറക്കാൻ മടിക്കുകയുമാണ്. നേരിട്ട് കോഴി ഇറക്കി വളർത്തുന്ന കർഷകർ തീറ്റയുടെയും മരുന്നിന്റെയും വില വർധനവിനാൽ വലയുകയാണ്. കോഴികളിലെ രോഗബാധയും മരണനിരക്കും വർദ്ധിക്കുന്നതും പ്രതിസന്ധിയാണ്. കോഴി വളർത്തൽ കൃഷിയായി പരിഗണിക്കാത്തതും അശാസ്ത്രീയമായ നികുതി നിരക്കുകളും സങ്കീർണമായ ലൈസൻസ് സമ്പ്രദായവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ ഇടപെട്ട് കർഷകർക്ക് ആശ്വാസം നൽകണമെന്നതാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.